പ്രതിഷേധർണ സിന്ദാബാദ്. മഞ്ചപ്പാലം ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ട്രീറ്റുമില്ല പ്ലാനുമില്ല മാലിന്യങ്ങളിലൊക്കെ തന്നെ പഠനത്തോട്ടിലൊഴുക്കുന്നു. പ്രതിഷേധങ്ങൾ പടരട്ടെ. പരിസരവാസികളെല്ലാം തന്നെ ദുരിതം പേറി കഴിയുന്നു. നിങ്ങൾ പുതിയ കമ്പനിക്കാണ് AMC കൊടുത്തിരിക്കുന്നത്? അല്ല, ആദ്യമേ ഉള്ള നിലവിലത്തെ AMC എത്ര കൊല്ലത്തേക്കും? ഇപ്പം പുതിയ ഞാനും ഇപ്പം 2 വർഷം ശേഷം ഇതിനെപ്പറ്റുള്ളതൊന്നും അറിയില്ല. പേപ്പർ വൈസ് കാര്യങ്ങൾ അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് കറക്റ്റ് അറിയില്ല. ഇത് നാട്ടുകാർ ഈ പാവങ്ങളോട് പറഞ്ഞുകൊണ്ട് കാര്യമില്ലാതെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കൊടുക്കേണ്ട ഇതിൻ്റെ കൊള്ള ലാഭമെല്ലാം അടിക്കുന്ന ആൾ പറയുന്നുണ്ട്. പിന്നെ STP ഇവിടെ ഉണ്ടാക്കിയിരുന്നു 1 MLD ആണ് 1 MLD. അപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ പിന്നെ AMC പീരീഡ് AMC ഉണ്ട്. പക്ഷേ ഈ കോൺട്രാക്ടർക്ക് കോർപ്പറേഷൻ പൈസ കൊടുക്കായിട്ടെന്ന് തോന്നുന്നു 5 മാസമായിട്ട് പൈസ കൊടുത്തില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ മൊത്തം ഇതിൻ്റെ പരിപാടിയൊക്കെ നിർത്തിയിരിക്കും. അപ്പോൾ പരിപാടിയൊക്കെ നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മാലിന്യം മുഴുവൻ ഇവിടെ പഠനത്തോട്ടിലേക്ക് ഇപ്പോൾ തുറന്നു വിടുകയാണ്. ട്രീറ്റ് ചെയ്യാതെ മാലിന്യ പ്ലാന്റ് നിന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ഈ പ്ലാന്റിൻ്റെ മുന്നിൽ മാർച്ച് നടത്തി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഇവിടെ ഉണ്ട്. നമ്മളിവിടെ ഇരിക്കാൻ വേണ്ടി പോകും. കോർപ്പറേഷൻ സെക്രട്ടറിയോടോ ബന്ധപ്പെട്ട ആരായെന്ന് വെച്ചാൽ അടിയന്തരമായിട്ട് ഇവിടെ എത്തിയിട്ട് ഒരു പരിഹാരം കാണാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ എത്താൻ വേണ്ടി പറഞ്ഞു സെക്രട്ടറി. ഇപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് എത്താൻ വേണ്ടി പറയാം. ഞാനും കൂടി ഇവിടെ ഇരിക്കുക. നാട്ടുകാരുടെ കൂട്ടത്തിൽ നമ്മളിവിടെ ഇരിക്കാൻ വേണ്ടി പറയാം. അപ്പോൾ അടിയന്തരമായിട്ട് വരാൻ വേണ്ടി പറയാം. മാത്രമല്ല, ഇത് വലിയ അഴിമതിയുണ്ട് ഇതിനകത്ത്. ഇപ്പം ഈ പ്ലാന്റ് തന്നെ നശിക്കാൻ വേണ്ടി പോവാണ്. കാശ് വാങ്ങിയിട്ടാവും. ഇപ്പോൾ ഔദ്യോഗികമായി ഇത് നിങ്ങൾ പൈസ അടച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്ലാന്റിലേക്ക് ഇവിടുത്തെ ഹോട്ടലിൽ നമ്മൾ മനസ്സിലാക്കുന്നത് KMBR റൂൾ പ്രകാരം ഹോട്ടൽ തന്നെ സംസ്കരിച്ചിട്ട് ഇതിനകത്തേക്ക് വിടണമെന്നാണ്. പക്ഷേ ഇപ്പോൾ ഹോട്ടലുകാരോട് പൈസ രഹസ്യമായിട്ടും വാങ്ങുന്നുണ്ട്, പരസ്യമായിട്ടും വാങ്ങുന്നുണ്ട്. അങ്ങനെ എത്ര ദിവസമായി അങ്ങനെ പോകുന്നത്? 18-ാം തീയതി മുതൽ അങ്ങനെ തന്നെയാണ്. 18-ാം തീയതി മുതൽ പവർഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെയുള്ളത്. നിങ്ങൾ അടിയന്തരമായിട്ട് ഇവിടെ വരണം. ഞാനിവിടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ ഞാനിവിടെ കുത്തിയിരിപ്പ് സമരമാണ് ഞങ്ങൾക്ക്. നിങ്ങൾ അടിയന്തരമായിട്ട് ഇവിടെ വരണം. പഠനപ്പാട് അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് സമരം നടത്താൻ വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങളിവിടെ പോയപ്പോൾ ഹോട്ടലിലെ മാലിന്യങ്ങൾ പ്ലാന്റിലേക്ക് ഒഴുക്കിവിട്ട് അഴിമതി കാട്ടി രസിക്കുന്നു. ഇതെന്ത് ഭരണം നാറിയ ഭരണം. ഈ പ്ലാന്റിലെ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാതിരിക്കാൻ കാരണം AMCൻ്റെ പൈസ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണം. അതുകൊണ്ട് 15 ദിവസമായിട്ട് മാലിന്യം അങ്ങോട്ടേക്ക് ഒഴുക്കി വിടുകയാണ് പഠനത്തോട്ടിലേക്ക് നേരിട്ട്. ഇതാ ഒഴുക്കി വിടുന്ന മാലിന്യം ഞാൻ കാണിച്ചത്. അവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് ഒഴുക്കി വിടുന്ന സാധനം. രണ്ടാമത്തെ പ്രശ്നം എന്നാൽ ഇവിടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ സാധാരണ 1 MLD ആണ് ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്.
അതിന് പകരം ഈ ഹൗസ് ഹോൾഡിന് കൊടുക്കാൻ വേണ്ടി പ്ലാന്റ് ഉണ്ടാക്കി ഇവർ ചെയ്തിരിക്കുന്നത് വെച്ചാൽ കൈക്കൂലി വാങ്ങി അതാ ഈ ഹോട്ടലുകളൊക്കെ അവർ സ്വന്തമായിട്ട് പ്ലാന്റ് ഉണ്ടാക്കുന്നുണ്ട് അവരുടെ കണക്ഷൻ കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റിനെക്കാട്ടും കൂടുതൽ ഇതിനകത്ത് മാലിന്യം വരാൻ പറ്റും. അവിടെ ഓട്ടോമാറ്റിക്കായി ഓവർഫ്ലോയിട്ട് നേരെ പഠനത്തിലേക്ക് ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പ്ലാന്റ് പലതിലേക്ക് ജനങ്ങൾക്കെതിരായിട്ടാണ് വരുന്നത്. അപ്പോൾ സെക്രട്ടറിയോട് ഞാൻ വിളിച്ചിട്ടുണ്ട്, പരിഹാരം ഇല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, പ്രതിഷേധധർണ സിന്ദാബാദ്, പ്രതിഷേധധർണ സിന്ദാബാദ്, പ്രതിഷേധധർണ സിന്ദാബാദ്, പ്രതിഷേധധർണ സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, പ്രതിഷേധമാർ സിന്ദാബാദ്, പ്രതിഷേധമാർ സിന്ദാബാദ്. മഞ്ചപ്പാലം ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ, മഞ്ചപ്പാലം ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ, മഞ്ചപ്പാലം ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ, മഞ്ചപ്പാലം ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നീറ്റുമില്ല പ്ലാനുമില്ല, നീറ്റുമില്ല പ്ലാനുമില്ല, നീറ്റുമില്ല പ്ലാനുമില്ല, നീറ്റുമില്ല പ്ലാനുമില്ല. അല്ല, ഞങ്ങളിപ്പോൾ രാവിലെ ഇവിടെ വന്നു കണ്ട സ്ഥിതിയെന്ന് ഇവിടുന്ന് മാലിന്യം മുഴുവൻ അങ്ങോട്ട് ഒഴിക്കുക, ട്രീറ്റ് ചെയ്യാതെ നേരെ അങ്ങോട്ട് ഒഴിച്ചു വിടുക, നേരെ മാലിന്യം ഒഴിച്ചു വിടുക. കഴിഞ്ഞ 18 ദിവസമായിട്ട് ഈ മാലിന്യ പ്ലാന്റ് വർക്ക് ചെയ്യുന്നു. എന്താ കാരണം? എന്താ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം? അതിന് കോർപ്പറേഷനുടെ ഉത്തരം പറയുന്നത് 18 ദിവസമായിട്ട് ഈ മാലിന്യ പ്ലാന്റ് വർക്ക് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത്? അല്ല, ഇതിന് AMC ഇല്ല. അല്ല, നമ്മൾ സാധാരണ ഒരു പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ അതിന് മിനിമം 5 വർഷം AMC ഉണ്ട്. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റും അങ്ങനെയാണ്. 5 വർഷം ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ സ്ഥാപിച്ചിട്ട് എത്ര വർഷം? 1 വർഷം കഴിയുമ്പോൾ AMC ഉണ്ടാവില്ല. പിന്നെ എന്താ AMCക്ക് വേറൊരു ടെൻഡർ വിളിക്കേണ്ട പ്രശ്നം ഉണ്ടാവില്ല. അത് ടെൻഡർ വിളിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ അവിടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ AMC-യുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ AMC-യുടെ കോഴ്സിൽ ടെൻഡർ കോഴ്സിൽ ആഡ് ചെയ്യുന്നത്. അതൊന്നുള്ള ആഡ് ചെയ്യാതിരുന്നു കോൺട്രാക്ടർക്ക് ഇഷ്ടംപോലെ അങ്ങ് ആയിക്കോട്ടെ എന്ന് കൺസിഡർ ചെയ്തത്. വിശദീകരണം കോർപ്പറേറ്റിലും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ചർച്ച ചെയ്യലല്ലേ വേണ്ടത്. അത് യഥാർത്ഥത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, AMC വെക്കാതിരുന്നത് കോൺട്രാക്ട് ചെയ്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് നേരെ അങ്ങോട്ട് പോയിക്കോട്ടെ എങ്കിലും വെച്ചിട്ടാണ്. സാധാരണ ഇത്തരം ഒരു പ്ലാന്റ് ഉണ്ടാകുമ്പോൾ AMC വേണ്ട. AMC ഇല്ലാതെ എങ്ങനെ ചെയ്യും? അതിനെതിരെ അവർക്ക് ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ നോട്ടീസ് അയച്ചാൽ പോരില്ല, നിങ്ങളെന്ത് നടപടി എടുക്കും? രണ്ടാമത് വന്നിട്ട് നമ്മൾ കമ്പനി ആ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പാനൽ നമ്മൾ വേറൊരു രീതിയിൽ ടെൻഡർ വിളിച്ച് ഇപ്പോൾ അവർക്ക് അംഗീകാരം കൊടുത്ത് അതിൻ്റെ എഗ്രിമെൻറ്റ് MOU സൈൻ ചെയ്യാൻ വേണ്ടി കുറച്ച് കാലതാമസം. അതല്ല പ്രശ്നം, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുക. നിങ്ങൾ ഇവിടെ ഇല്ലേ, ഇവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, അറിയോ? ഇവിടെ കുറച്ച് ആളുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോയെന്ന് അറിയാമോ? ചോദിച്ചു നോക്കിയാട്ടെ. കമ്പനിയാണ് കൊടുക്കേണ്ടത്, കമ്പനി ശമ്പളം കൊടുക്കുന്നില്ല. 1 മാസമായിട്ട് ശമ്പളം കൊടുക്കില്ല. ശമ്പളം കൊടുക്കാത്തതുകൊണ്ട് അവർ പണി മുടക്കിയിട്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത്. അവർ പണി മുടക്കിയിരിക്കുക 1 മാസമായിട്ട് ശമ്പളം കൊടുക്കുന്നില്ല. ശമ്പളം കൊടുക്കാതെ നിങ്ങൾ അവർക്ക് AMC-ൻ്റെ പിന്നെ തുക കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് കിട്ടുന്നത്. അതെല്ലാം വേറെ വിഷയം. പക്ഷേ പ്രശ്നം എന്താ? ഇവിടെ 2 കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇത് ഈ പ്ലാന്റ് ഉണ്ടാക്കിയത് ഹൗസ് ഹോൾഡിന് വേണ്ടിയാണോ അല്ലെ ഹോട്ടലിന് വേണ്ടി? ചെറുകിട സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇവിടെ കണക്ഷൻ ഉള്ളൂ. അതെങ്ങനെയാ? അപ്പോൾ ചെറുകിട സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒരു പ്ലാന്റ് ഉണ്ടാക്കി നിങ്ങൾ എങ്ങനെയാണ് വൻകിട സ്ഥാപനങ്ങൾക്ക് കണക്ഷൻ കൊടുത്തത്? അതാരോ കൊടുത്തത്? അത് കഴിഞ്ഞ പ്രാവശ്യം ഈ പ്ലാന്റ് ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട് 3-4 വലിയ കൊമേഴ്സ് സ്ഥാപനങ്ങൾക്കും ഫ്ലാറ്റുകൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, ഫ്ലാറ്റുകൾക്കും കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾക്കും അവർ സ്വന്തം നിലയിൽ പിന്നെ STP ഉണ്ടാക്കണ്ടേ? ബിൽഡിംഗ് റൂൾ അനുസരിച്ച് നിങ്ങൾ അതിന് പെർമിറ്റ് കൊടുക്കുന്ന സമയത്ത് ബിൽഡിംഗ് റൂളിൽ ആ വ്യവസ്ഥയില്ലേ? അപ്പോൾ അവരുണ്ടാക്കാതെ എങ്ങനെയാണ് അവർക്ക് ഇതിനെതിരായി STP-യിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്? നടപടി സ്വീകരിക്കാൻ വേണ്ടി കണക്ഷൻ കൊടുത്താരാ? മുമ്പത്തെ ടൈമിൽ സമയത്ത് നിങ്ങൾ വരുന്നതിന് മുമ്പ്. ഞാൻ വന്നതിന് മുമ്പായിട്ട് അത് അഴിമതിയാണ്.
അങ്ങനെ കൊടുക്കാൻ പാടില്ല. കെട്ടിക്കിട്ടില്ല, അല്ല അത് സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. അതെങ്ങനെ കൊടുത്തെങ്ങനെയാണ് നിങ്ങൾക്കറിയോ? അത് എങ്ങനെയാണ് കൊടുത്തത്? അതായത് കമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ സാധാരണ നിലയിൽ തുടങ്ങുമ്പോൾ നിങ്ങൾ ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കണമെങ്കിൽ അവിടെ STP ഉണ്ടാക്കണം വേണമല്ലോ. ആ STP ഉണ്ടാക്കാതെ ഇവിടെ ഹൗസ് ഹോൾഡിനും ചെറുകിട സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയുള്ള STPയിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ കണക്ഷൻ കൊടുക്കുക? അത് മനസ്സിലായത് അവിടെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും അതിൻ്റെ ടെസ്റ്റിങ്ങിനും വേണ്ടിയിട്ട് അന്നേരം കണക്ഷൻ കൊടുത്തതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് നടപടി വിഡ്രോ ചെയ്ത് സ്റ്റാർട്ടിങ്ങിനും പിന്നെ ടെസ്റ്റിങ്ങിനും വേണ്ടിയിട്ട് കണക്ഷൻ ഇതാരെയും നിങ്ങൾ ആരോടായി പറയുന്നത്? അപ്പോൾ അത് പിന്നെ കട്ട് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. കട്ട് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കലില്ല. നിങ്ങൾ എങ്ങനെയാണ് കണക്ഷൻ കൊടുത്തത്? നിയമവിരുദ്ധമായി എങ്ങനെ കണക്ഷൻ കൊടുത്തത്? ആരതിൻ്റെ കൈക്കൂലി വാങ്ങിയത്? അതാ പ്രശ്നം. ഞാൻ നിങ്ങളെ വ്യക്തിപരമായിട്ട് പറയുന്നതല്ല, ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ലല്ലോ. വൻകിട സ്ഥാപനങ്ങളിൽ ഇങ്ങനെ കണക്ഷൻ കൊടുക്കണമെങ്കിൽ ആരതിൻ്റെ ഉത്തരവാദി ആരാണ്? അവർക്കെതിരെ നടപടിയുണ്ട്. അതുകൊണ്ടല്ലേ ഈ പ്ലാന്റ് ഇങ്ങനെ സംഭവിച്ചത്. ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കുന്നത് ഈ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടിയാണല്ലോ. പ്ലാന്റ് ഉണ്ടാക്കിയിട്ട് ഇമാതിരി സംഭവം നടന്നു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ എവിടെയും പ്ലാന്റ് വെക്കാൻ പറ്റും. നിയമവിരുദ്ധമായിട്ട് കണക്ഷൻ കൊടുത്തോണ്ടല്ലോ. അത് വിജിലൻസിൽ പിന്നെ കത്ത് കൊടുത്തതിന് ശേഷമായിരിക്കും. വിജിലൻസിൽ പരാതി നമ്മളെ ശ്രദ്ധയിൽ ഇതുണ്ടല്ലോ. വിജിലൻസിൽ പരാതി കൊടുത്തതിന് ശേഷമായിരിക്കും ആ കത്ത് പോയിട്ടുണ്ടാവും. 12-15 മാസങ്ങളിലേക്കുള്ള പൈസ 12-15 മാസങ്ങൾക്ക് ഇത് കൊടുക്കലല്ല. ഇത് സ്ഥാപിച്ചത് വീടുകൾക്കും ചെറുകിട സ്ഥാപനങ്ങൾക്കും വേണ്ടിയാണ്. വൻകിട സ്ഥാപനങ്ങൾ അവർക്ക് ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കണമെങ്കിൽ തന്നെ അവരെ STP വെക്കണം. ആ STP വെച്ചിട്ട് മാത്രമേ അവർക്ക് ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കാൻ പറ്റൂ. ഇത് അവരുടെ പേരിന് STP ഉണ്ടെന്ന് കാണിച്ചിട്ട് ബിൽഡിംഗ് പെർമിറ്റ് എടുത്ത് എന്നിട്ട് അവരുടെ മാലിന്യം ഇതിനകത്തേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുക. നിയമവിരുദ്ധമാണത്. അങ്ങനെ കൊടുത്തിരിക്കുക. അങ്ങനെ കൊടുക്കുന്നതിന് ഈ TO മോൻ്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ എല്ലാ സഹായം ആവശ്യമായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നു. സെന്റോറ ഹോട്ടൽ 19 റൂമുള്ള ഒരു കോർപ്പറേഷന്റെ ആരുമില്ല. STP എന്ന് പറഞ്ഞാൽ അത് FSTP കക്കൂസ് മാലിന്യം ആരുമില്ല. അവരെ പ്ലംബറിന്റെ കണക്ഷൻ കൊടുക്കുകയില്ല. കണ്ടതാണ് അവിടെ 40-50 റൂമുള്ള സ്ഥലത്ത് ഡയറക്റ്റ് കണക്ഷൻ. സൂപ്പർവൈസേഷൻ ഇല്ല, കോർപ്പറേഷന്റെ സൂപ്പർവൈസേഷൻ ഒന്നുമില്ല. ഒരു ഞായറാഴ്ച ഇപ്പം പല സ്ഥലത്തും അങ്ങനെ കൊടുത്തു. ഡയറക്റ്റ് ഈ വെള്ളമാണ് നമ്മൾ ഈ വെള്ളമാണ് വരുന്നത്. നമ്മൾ ഇത് എങ്ങനെയാണ് ജീവിക്കുന്ന മുഴുവനാക്കും ശ്വാസം മുട്ടൽ, കുട്ടികൾക്ക് വരെ ശ്വാസം മുട്ടൽ രോഗം. ഇതാണ് ഒഴുക്ക് വിടുന്നത്. ഇതെന്താ ജീവിക്കണ്ടേ സാറേ? നമ്മൾ ഈ നാട്ടുകാർക്ക് ഒരു ലേശമെങ്കിലും നാട്ടുകാരോട് ഒരു കരുണ കാണിക്കണം. നമ്മൾ ഈ ഗ്രൗണ്ട് പോയിട്ട് അങ്ങോട്ട് കൈയ്യാണ് കരിമൊരു കൈയ്യാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ എല്ലാം നടക്കുമല്ലോ. ഇതെന്തായി നടക്കുന്നത്? ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ സെക്രട്ടറി മുഴുവൻ മാൻഹോളും പൊട്ടിയൊലിക്കുകയാണ് നഗരത്തിൽ. അത് വന്ന് ഞങ്ങൾ ആരാണോ ഇങ്ങനെ ചെയ്തത് ആ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ സസ്പെൻഡ് ചെയ്യണം. അന്വേഷണം നടത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇങ്ങനെ ഇത് തുടരാൻ പറ്റില്ല. കോർപ്പറേഷൻ്റെ ഭരണാധികാരികളുടെ നിർദ്ദേശാനുസരണം ഇതൊക്കെ നടന്നിട്ടുണ്ട്. അവരില്ലല്ലോ ഇപ്പോൾ. അവരെ തടിക്ക് പോയി. ഇവരല്ലേ ഉള്ളൂ. ഇവരല്ലേ നോക്കേണ്ടത്. ഇവരതിലെ നിയമവും ചട്ടവും പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ താഴോട്ട് പോകുന്നറിയില്ല കേട്ടോ. എന്തൊക്കെയാണ് നടത്തുന്നത്? ഇതൊരു നാദില്ലാത്തൊരു മണ്ണ് പരിശോധിച്ച സംഘം നിങ്ങൾ മാധ്യമങ്ങൾ കേൾക്കേണ്ടത്. മേൽക്കോളം മുഴുവൻ ബ്ലോക്ക് ആകുമ്പോൾ അതും ബ്ലോക്ക് നീക്കാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടി. ഇത് കണ്ടില്ലേ? അതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ആളെവിടെയുള്ള നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു. ഈ വണ്ടി എത്ര തവണ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്? ഈ വണ്ടി നിങ്ങളത് പറഞ്ഞേ, അവരോട് ചോദിക്കും. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നവരാ 5-6 തവണ കണ്ടില്ലേ? 5-6 ഇവിടെ സ്റ്റാർട്ടാക്കിയിട്ടാണ് വെക്കുക. ഒരു എത്ര വർഷമായി ഇത് സ്ഥാപിച്ചിട്ട്? അവരെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തണം. ഇത് എല്ലാ സ്ഥലത്തും ഈ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തി നഷ്ടപരിഹാരം ഉണ്ടാക്കാനുള്ള നടപടി സ്വീകരിക്കും. അടിയന്തരമായും ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഇതൊന്നും ഇതിലേക്ക് കൊടുക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കും. ഇത് നിങ്ങൾ ടേക്ക് ഓവർ ചെയ്യണം. ഈ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തണം. അതിന് ഗവൺമെന്റിലേക്കും റിപ്പോർട്ട് കൊടുക്കണം.
TDLC ആണ് എൻ്റെ കമ്പനി. അവിടുത്തെ ബ്ലാക്ക് ലിസ്റ്റ് ഓൾറെഡി അണ്ടർ പ്രോസസ്സിലാണ്. അണ്ടർ പ്രോസസ്സിൽ അടിയന്തര എമർജൻസി സാർ അത് പിന്നെ നമ്മൾ നോട്ടീസ് ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തി നഷ്ടപരിഹാരം അവർ ഈടാക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കും. അവരുടെ ഡെപ്പോസിറ്റ് അവിടെ നിന്ന് 1.30 കോടി ഇനി ആ കോടതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ആയേക്കും. ഇല്ല സാർ, 1.30 കോടി നമ്മൾ ഫീസൊക്കെ എടുക്കുകയാണ്. അത് വേറെ, അത് ഈ എത്ര കോടി അവർക്ക് കിട്ടും? സാർ കൂടാതെ ഇതിൻ്റെ ഞാൻ പറഞ്ഞത് ഈ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തണം. ഈ കമ്പനിക്ക് ഇത്തരം സ്ഥാപനം നടത്താനുള്ള ഒരു ടെക്നിക്കൽ നോക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിജ്ഞാനമില്ല, അതിൻ്റെ തെളിവ്. ഇത് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു കച്ചവടമാക്കി മാറ്റിയിരിക്കുക. ഒരു ചെലവ് അവർ ചെയ്യാതിരിക്കുക, ലാഭം ഉണ്ടായിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്ഥാപനം. ഇതെല്ലാം ഇവിടെ നടപ്പിലാകുന്നത്. കോർപ്പറേഷൻ ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നുണ്ടാണ്. ഉദ്യോഗസ്ഥന്മാർ നിയമവും ചട്ടവും പാലിച്ച് ചെയ്യാൻ പാടില്ല. അവർ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇതിവിടെ ചെയ്യുന്നത്. രാഷ്ട്രീയക്കാർ ഭരിക്കുന്നുണ്ടാവും, അവർക്ക് രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യും. അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അടിയന്തര നടപടി ഇവിടെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തണം. ഇപ്പോൾ അടിയന്തരമായ അടിയന്തര നടപടി സ്വീകരിക്കാൻ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തണമെങ്കിൽ ഇവിടെ ഡിക്ലെയർ ചെയ്ത് നിങ്ങൾ ടേക്ക് ഓവർ ചെയ്യണം. നടത്തി ഈ കാര്യങ്ങളെല്ലാം സാധാരണ നിലയിൽ കൊണ്ടുവരണം. ഇത് ഈ പ്രദേശത്തിലെ ജനങ്ങൾ എത്ര കാലമായിട്ട് അനുഭവിച്ചൊരു പ്രശ്നമാണെന്ന് നിങ്ങൾ ഈ തോട് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇതിങ്ങനെ ആക്കിയെന്നറിയോ. ഒരു ഗതിയില്ലാത്ത പാവങ്ങളാണ് ഇതിലൊക്കെ വന്ന് താമസിക്കുന്നത്. കൊതുകടികളുണ്ട്, ഇവിടെയെല്ലാം എത്രമാത്രം പ്രശ്നമായിരുന്നു. അതൊക്കെ ഇവരൊക്കെ ഇടപെട്ട് മാറ്റി തീർത്തതാണ്. എന്നിട്ടാണ് ഈ കനാലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇനിയും മര്യാദക്ക് ജീവിക്കാൻ പറ്റില്ല. അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ സംവിധാനം ഒരുക്കിക്കൂടെ? അതുപോലെ ഇങ്ങനെ ദുരുപയോഗപ്പെടുത്തുക, തെറ്റായ നിലയിൽ ഉപയോഗിക്കുക. ഈ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഭരിക്കുന്ന ആളും പണം ഉണ്ടാക്കാൻ നടക്കുക. ഉദ്യോഗസ്ഥന്മാർ അതിനു വേണ്ടി പ്രേരിപ്പിക്കുക, ഉദ്യോഗസ്ഥന്മാർ അതോടൊപ്പം നിൽക്കുക. ഇങ്ങനെ പോയാൽ ഈ നാടുണ്ടാവും. ഈ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യട്ടെ. ഒരു മുനിസിപ്പാലിറ്റി കുറച്ചുള്ള അധികാരത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് ജനങ്ങൾ ഇതെല്ലാം സഹിക്കണം. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ സർവറിനെ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം വർക്ക് ചെയ്യാതെ വന്നതുകൊണ്ട് അത് നിറഞ്ഞതുകൊണ്ടായിരിക്കണം അത് അവിടെ ഓട്ടോ വന്നിട്ടുണ്ടാവുക. അത് നമുക്ക് നോക്കാം. നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓവർഫ്ലോ ആകുന്നില്ല. അവിടെ രാജീവ് ഗാന്ധി റോഡിൻ്റെയും വിഷയങ്ങൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവിടെയുള്ള കപ്പാസിറ്റിയിൽ കൂടുതൽ നിങ്ങൾ വലിയ വൻകിട ഹോട്ടലുകളുടെ കൺസ്ട്രക്ഷനിൽ അവരുടെ ഈ പിന്നെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ടോയ്ലറ്റ് മാലിന്യം ഉൾപ്പെടെ ഇതിനകത്ത് കണക്ഷൻ പ്ലാന്റുകൾ സ്ഥാപിച്ച് ചെയ്യേണ്ട സ്ഥാപനങ്ങൾക്ക് കണക്ഷൻ കൊടുത്തിട്ട് പരിശോധിച്ചിട്ട് അത് അടിയന്തരമായിട്ട് അത് നോട്ടീസ് കൊടുത്ത് കട്ട് ചെയ്യുന്നത് നടപടി ചെയ്യുന്നത്. രണ്ടാമത്തത് രാജീവ് ഗാന്ധി അതുപോലെയുള്ള ആ സ്ഥലങ്ങളിൽ വെള്ളം പൊന്തിയിട്ടുണ്ടെന്ന് പറഞ്ഞത് നമ്മൾ ചക്കർ ഉപയോഗിച്ചുകൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ ഇതിൻ്റെ കാര്യങ്ങൾ ടെക്നിക്കലായിട്ടുള്ള അത് നോക്കാം. മാലിന്യങ്ങളൊന്നും നമ്മുടെ കനാലിലേക്ക് വിടാൻ പാടില്ല. ഈ കമ്പനി മുഴുവൻ തെറ്റായ അവരുടെ നിയമ നടപടി സ്വീകരിക്കും. ഈ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്താനുള്ള നടപടി നിങ്ങൾ പ്രതീക്ഷിക്കുക. ഇവർക്കൊക്കെ ശമ്പളവും കൂലിയും കൊടുക്കേണ്ട നടപടികൾ സ്വീകരിക്കും. അല്ലെങ്കിൽ കോർപ്പറേഷൻ കൊടുക്കണം. ഇവർക്കുടെ ശമ്പളം അടിയന്തരമായി നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന എത്ര ദിവസമുള്ള നിങ്ങൾ ചെയ്യും. ഇല്ലെങ്കിൽ ഇതുപോലെ കൊണ്ട് അവർ ഇവിടെ രാകേഷിനെ പോലെയുള്ള ഒരാൾ വന്ന് ഇവിടെ ഇരിക്കേണ്ടി വന്നില്ലേ? നിങ്ങളൊക്കെ വരാൻ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എത്രമാത്രം തെറ്റായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അവിടെ കെ രാകേഷിനെ പോലുള്ളൊരു നേതാവ് തന്നെ വന്ന് ഇവിടെ ഇരുന്ന് അതിൻ്റെ ഫലമായിട്ടില്ല ഇപ്പം നിങ്ങൾ വന്നേ. ഇവിടെ ഇരുന്ന് നിങ്ങൾ ആരും വരും. അപ്പം നമ്മൾ ഇതിൻ്റെ ഗൗരവം കാണണ്ടേ? നമ്മളൊരു ഭരണത്തിൻ്റെ പാർട്ടില്ലേ, കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഭരണമല്ലേ. ഇങ്ങനെ ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു കൂട്ടർ ഇങ്ങനെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്ഥാപനം. ഇവിടെ നമ്മുടെ ഒരു ക്രിമിനേഷൻ സെൻ്റർ ഉണ്ടായിരുന്നു, നമ്മുടെ ശവസംസ്കാരം. അത് തുടങ്ങിയിട്ട് എത്ര കൊല്ലം ഇന്നവരെന്തമായും. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ? എന്തൊരു ഭരണമാണ് ഇതിങ്ങനെ കുറേ പൈസ ഇങ്ങനെ എടുത്ത് കുറേ ആൾക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രംഗമായി ഉപയോഗിക്കാൻ പറ്റുന്നത്. അങ്ങനെ കെട്ടിടം 2 വഴിയും കൂടി വന്നാൽ ഇതൊക്കെ പോകും, അവിടെ പോകും. അതുകൊണ്ട് ഇവർ ചെയ്തിരിക്കുന്ന മുഴുവൻ തെറ്റായിട്ടുള്ള നിലപാടാണ്. ഈ കമ്പനിക്ക് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം. അതിനുള്ള നടപടികൾ നിങ്ങൾ പ്രൊസീഡ് ചെയ്യണം. ഇപ്പോൾ അടിയന്തരമായും നടപടികൾ സ്വീകരിക്കണം. മറ്റൊന്ന് കാര്യം, ഇവിടെ താമസിക്കുന്ന മുഴുവൻ ആളുകളുടെ വീടുകളിൽ ചെന്ന് ഇതിൻ്റെ ആപത്തെന്താണെന്ന് പരിശോധിക്കാൻ നിങ്ങൾ മെഡിക്കൽ ടീമിനെ അയക്കണം. ഇവിടെയുള്ള കിണർ അതുപോലെ തന്നെ വീടുകളിൽ ചെന്നിട്ട് ഇതിൻ്റെ രോഗം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് രോഗം വർദ്ധിക്കും. ഇവിടെയുള്ള ആളുകൾ അവരെ വണങ്ങേണ്ടതാണ്.
വേറെ ഒരു ഗതിയില്ലാത്തതുകൊണ്ട് ഇവിടെയൊക്കെ കഴിഞ്ഞുകൂടും. ഉണ്ടെങ്കിൽ ഇതെല്ലാം വിട്ട് നേരത്തെ അവർ പോകും. പാവപ്പെട്ടൊരു ജനത വന്ന് ഇവിടെ താമസിച്ചു. ഓവർഫ്ലോ ചെയ്യുന്ന പൈപ്പ് അത് അടിയന്തരമായിട്ട് ബ്ലോക്ക് ചെയ്യും. ടെക്നിക്കലായിട്ട് നോക്കിക്കോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാധാരണ നിലയിൽ കേട്ടോ ഒരു നിശ്ചിത ഇതിൻ്റെ MLDക്ക് അനുസരിച്ചാണ് വരുന്നതെങ്കിൽ ഓവർഫ്ലോ ചെയ്യില്ല. ഓവർഫ്ലോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ കപ്പാസിറ്റി കൂടുതൽ മാലിന്യം ഇങ്ങോട്ട് വരുന്നുണ്ടാണ്. അപ്പോൾ അടിയന്തരമായിട്ട് ഓവർഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെച്ചിട്ടുള്ള പൈപ്പ് ഈ പഠനത്തോടൊന്ന് മാറണം. അത് വേറെ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും. പഠനത്തോട്ടിലേക്ക് അത് വിടാൻ പാടില്ല. കേരളം മുഴുവൻ മാലിന്യമുക്ത നവകേരളമായിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് കണ്ണൂർ കോർപ്പറേഷൻ മാത്രം മാലിന്യം നിറക്കുന്ന ഒരു കോർപ്പറേഷനാക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കഴിഞ്ഞ 2 ആഴ്ചക്കാലത്തിലേറെയായി അടഞ്ഞു കിടക്കുകയാണ്. ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് വരുന്ന മലിനജലം പൂർണ്ണമായും പഠനത്തോട്ടിലേക്ക് അത് ശുദ്ധീകരിക്കാതെ ഒഴുക്കിവിടുന്ന ഒരു നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് നാട്ടുകാരിവിടെ വന്നിട്ടുള്ള ഈ പ്രദേശത്തുള്ള ആളുകൾ ഈ ഒരു വിഷയം സംബന്ധിച്ചുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ ഒരു സമരം നടത്തിയത്. ഇങ്ങനെ ഒരു സമരം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ, ഞാനും സഖാവ് EP-യും ഇവിടെ എത്തിയപ്പോൾ കണ്ടത് മലിനജലം നേരെ അങ്ങ് ഒഴുക്കിവിടുകയാണ്. ഒഴുക്കിവിടുക മാത്രമല്ല, സംസ്കരിക്കാതെ ഒഴുക്കിവിടുക മാത്രമല്ല, രാത്രികാലങ്ങളിൽ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വർക്ക് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഉൾപ്പെടെ രാത്രികാലങ്ങളിൽ മലിനജലം പഠനത്തോടിലേക്ക് ഒഴുക്കിവിടുന്നു. ഒരു MLD ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ കപ്പാസിറ്റിയിലും എത്രയോ കൂടുതൽ കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ വൻകിട വലിയ ഹോട്ടലുകൾ, വലിയ കമേഴ്സ്യൽ സ്ഥാപനങ്ങൾ, അത്തരം സ്ഥാപനങ്ങൾ ബിൽഡിംഗ് റൂൾ അനുസരിച്ച് സ്വന്തം നിലയിൽ STP സ്ഥാപിക്കണം. എന്നാൽ അത്തരം സ്ഥാപനങ്ങൾ STP സ്വന്തം നിലയിൽ സ്ഥാപിക്കാതെ തന്നെ അവർക്ക് പെർമിറ്റ് കൊടുക്കുകയും അവരുടെ മലിനജലം ഉൾപ്പെടെ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് അനധികൃതമായി കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി കണ്ണൂർ കോർപ്പറേഷൻ ഒത്താശ ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. കോർപ്പറേഷൻ ഭരിക്കുന്ന ഭരണ നേതൃത്വത്തിൻ്റെ താല്പര്യാർത്ഥമാണ് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിൻ്റെ ഫലമെന്താ? ഒരു MLD ട്രീറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി കഴിയുന്ന ഈ പ്ലാന്റ് അതിൻ്റെ കപ്പാസിറ്റിയിലും എത്രയോ കൂടുതൽ മലിനജലം ഇങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് അത് നേരെ ട്രീറ്റ് ചെയ്യാതെ ഒഴുക്കിവിടുകയാണ്. ഒഴുക്കിവിടുന്നതിന് നിയമവിരുദ്ധമായി ഓവർഫ്ലോ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വിധത്തിലൊരു പൈപ്പ് ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ട്രീറ്റ് ചെയ്യാത്ത മലിനജലം ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ അനധികൃതമായിട്ടുള്ള കണക്ഷൻ കൊടുത്തിരിക്കുന്നത് അഴിമതി നടത്താൻ വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ വേറെന്താ സംശയമുള്ളത്? വളരെ വ്യക്തമല്ലേ? അഴിമതി നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ നിലയിൽ കേരളത്തിൽ എത്രയോ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ പ്ലാന്റുകളിലെല്ലാം 5 വർഷത്തേക്ക് AMC ഉണ്ടാവും. ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ ഇക്കാര്യത്തിൽ മാത്രം ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ഇല്ല. അതുകൊണ്ട് കോൺട്രാക്ടർക്ക് ഇതൊന്നും ഇവിടെ സ്ഥാപിച്ച് അത് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പോലും നോക്കാതെ സ്വയം ഇതിൽ നിന്ന് ഒഴിയാൻ വേണ്ടി അവസരം ഒരുക്കി കൊടുക്കുകയാണ് കണ്ണൂർ കോർപ്പറേഷൻ ചെയ്തത്. അതുവഴി കോടികളുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ അവർ ചെയ്യുന്നത് AMCക്ക് വേണ്ടി മറ്റൊരു കോൺട്രാക്റ്റ് ടെൻഡർ വിളിച്ച് വേറൊരു കരാറ് ഒപ്പുവെക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നതെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഇത് നിയമവിരുദ്ധമാണ്, അഴിമതിയാണ്. അപ്പോൾ അഴിമതി നടത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്ലാന്റ് സ്ഥാപിച്ചത് എന്ന നിലയിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി അനധികൃതമായി കൈക്കൂലി വാങ്ങി കണക്ഷൻ കൊടുത്തിട്ടുള്ള വൻകിട സ്ഥാപനങ്ങളുടെ കണക്ഷൻ കട്ട് ചെയ്ത് ആ സ്ഥാപനങ്ങളിലൊക്കെ STPകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഇവിടെ മലിനജലം ഒഴുക്കിവിടുന്നത് കുറ്റകരമായ അനാസ്ഥയാണ്, കുറ്റമാണത്. കേരളമാകെ മാലിന്യമുക്ത നവകേരളമായി മാറുമ്പോൾ ഈ കണ്ണൂർ കോർപ്പറേഷൻ മാലിന്യം നിറഞ്ഞ ഒരു ഇടമാക്കിയിട്ട് കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണാധികാരികൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപമാനകരമായ സ്ഥിതിയാണ്. അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടാണ് ഞങ്ങളിവിടെ ഈ പ്രശ്നം പരിഹരിക്കുന്നത് വരെ ഇവിടെ കുത്തിയിരിപ്പ് സമരം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി ഇവിടെ വന്നിട്ട് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ഞങ്ങൾ തൽക്കാലം ഈ സമരം അവസാനിപ്പിക്കുക.
അല്ല